കോഴിക്കോട് നഗരത്തോട് ചേർന്ന വെള്ളയിൽ തീപിടുത്തമുണ്ടായി. കാർ സർവീസിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായി. അവിടെ നിന്ന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഹലോ 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 അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്. വെള്ളയിലാണ് തീപിടുത്തമുണ്ടായത്. വാഹന സർവീസിംഗ് സെന്ററിനാണ് തീപിടുത്തം. രാഹുൽ കെവിയാണ് വിവരങ്ങളുമായി. രാഹുൽ, എപ്പോഴാണ് തീപിടുത്തമുണ്ടായി? ഇപ്പോൾ നിയന്ത്രണ വിധേയമായോ അതോ ഇപ്പോഴും കത്തുകയാണോ കാര്യമായി? രതീഷ്, ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കാർ സർവീസ് സെൻ്റർ ആയതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള യന്ത്രങ്ങളുണ്ട്, അതുപോലെ വാതകമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തീ അങ്ങനെ പെട്ടെന്നൊന്നും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല. അഗ്നിരക്ഷാസേന പല സ്ഥലങ്ങളിൽ നിന്നായി എത്തിയിട്ടുണ്ട്. അപ്പം നാട്ടുകാരും ഒക്കെ ചേർന്ന് സഹകരിച്ചുകൊണ്ട് തീ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള കഠിന പ്രയത്നമാണ് തുടരുന്നത്. അല്പസമയം മുൻപാണ് തീപിടുത്തം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ അത് പടരുകയും ചെയ്തു. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ തിരക്കേറിയ ഒരു സ്ഥലത്താണ് ഈ സർവീസ് സെൻറ്റർ പ്രവർത്തിക്കുന്നതെന്നാണ്. രണ്ട് ഭാഗത്തും കെട്ടിടങ്ങളാണ്. ഇതിൻ്റെ വലതുവശത്തായി, നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിൻ്റെ വലതുവശത്തായി ഉള്ളത് കയർ ഫാക്ടറിയാണ്. പിന്നെ ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ ഇടതുവശത്തുള്ളത് വീടുകളാണ്. ഒരുപാട് വീടുകളും അതുപോലെ കെട്ടിടങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ തീ പടരാതെ നിയന്ത്രിച്ച് നിർത്തുക എന്നതുകൂടി വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ തീ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമമാണ് പുരോഗമിച്ചു വരുന്നത്. ഏട്ടാ, എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? ഇതൊരു അരമണിക്കൂറായി പോകാണ്ടപ്പോഴാണ് ആളുകൾ പുറത്തുനിന്ന് വന്നു നോക്കുന്നത്. ഇവിടെ നാട്ടുകാർ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പുറത്തേക്കാക്കി, വണ്ടികളും സംഗതികളൊക്കെ പുറത്തേക്കാക്കിയിട്ടുണ്ട്. ഇന്നത് പ്രവർത്തിച്ചിരുന്നോ? ഇന്ന് ഞായറാഴ്ച അല്ലേ, സൺഡേ അല്ലേ, അപ്പോൾ ഇവിടെ അങ്ങനെ വർക്ക് നടക്കില്ല ഞായറാഴ്ച. ഇവിടെ 1-2 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സായി പ്രകാശ്. ഞാൻ ഇവിടുത്തെ ബോഡി ഷോപ്പിൻ്റെ മാനേജറാണ്, ഇൻഡസ്ട്രിയൽ സ്റ്റാഫാണ്. നോക്കുന്നുണ്ട് കാര്യങ്ങൾ എന്താ. ഫയർ സർവീസിന് നമ്മൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. നോക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് പരിശോധിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ഇത് തീ കെടുത്താനുള്ള കാര്യങ്ങൾ മുൻകൈ എടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അല്ല പെയിൻറ്റിങ് ബൂത്ത് മാത്രമാണിത്. അതായത് കാറ് പെയിൻറ്റ് ചെയ്യുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള പുട്ടി വർക്കിൻ്റെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്താ സംഭവിച്ചതെന്ന്, ഷോർട്ട് സർക്യൂട്ടാണോ എന്താണെന്നുള്ള അറിയില്ല. പരിശോധിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇത് നമ്മൾ സൺഡേ വർക്ക് ഉണ്ടായിരുന്നു. അന്ന് വളരെ തൊഴിലാളികൾ വളരെ കുറവാണ്. സൺഡേ ആയതുകൊണ്ട് വർക്കിംഗ് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. വേറെ പരിശോധിച്ചിട്ട് പറയാം. മേലധികാരികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണമൊന്നും കത്തില്ല. ഇപ്പോൾ നിലവിലൊന്നുമില്ല, പരിശോധിക്കണം. ഇപ്പം വന്ന് അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാവരും കൂടി വന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കയർ ഫാക്ടറിയും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഒന്നും പടരാതെ നിർത്താൻ പറ്റിയല്ലേ? അതുകൊണ്ട് മുമ്പ് തന്നെ അറിയാൻ പറ്റി. പെട്ടെന്നുള്ള ഫയർ സർവീസ് വരികയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മേലധികാരികൾ ഇപ്പം റീജിയണൽ മാനേജർ ഇപ്പോൾ വരും, അടുത്ത് തന്നെ വരുന്നുണ്ട്. പുള്ളി രാകേഷ് വരുന്നുണ്ട്. പിന്നെ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനൊന്നും പ്രിഫറൻസ് കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. രതീഷ്, ഈ സ്ഥാപനത്തിൻ്റെ മാനേജറാണ് നമ്മളോട് സംസാരിച്ച്. എന്തായാലും ഇന്ന് വർക്ക് ചെയ്തിരുന്നു. വളരെ പരിമിതമായ തൊഴിലാളികളെ വെച്ച് വർക്ക് ചെയ്തിരുന്നു. ഇത് സർവീസിന് വരുന്ന കാറുകൾക്ക് പെയിൻ്റ് അടിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ തീ പിടിച്ചത്. ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമല്ല. ആദ്യം തന്നെ ഈ തീ അണയ്ക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട. കോഴിക്കോട് വെള്ളയിലാണ് സർവീസ് സെന്ററിന് തീപിടുത്തമുണ്ടായ. തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുന്നു. രാഹുൽ കെവിയാണ് ആ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകി.